കാമുകൻ അവന്റെ കാമുകിയോട് ഇവൾ എന്റെ ഗ്രാമത്തിലുള്ള ഫിയാൻസെ ആണെന്നും എന്നാൽ എനിക്ക് അവളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റ്സും ഇല്ല എന്നും പറയുന്നു. ഇത് കേട്ട കാമുകിയുടെ സംസാരത്തിൽ നിന്നും നായികയായ വോൾക്കാനിക്ക് മനസ്സിലായി കാമുകൻ വെറും പണത്തിനു വേണ്ടി മാത്രമാണ് തന്നെ സ്നേഹിച്ചതെന്ന്. എന്നാൽ കാമുകൻ തനിക്ക് തന്ന വാക്കുകൾ അപ്പോൾ അവൾ ഓർക്കുകയായിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും തന്നെ അല്ലാതെ വേറെ ആരെയും വിവാഹം ചെയ്യില്ല എന്നും അവൻ പറഞ്ഞത് ഓർത്തുപോയി. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ അവനെ അടിക്കുന്നു. എന്നിട്ട് വോൾക്കാനിയോ പറഞ്ഞു, ഞാൻ ഇന്നുവരെ നിനക്ക് വേണ്ടിയാണ് സമ്പാദിച്ചത്. നിന്റെ വിദ്യാഭ്യാസത്തിനുള്ള പണം നൽകിയത് ഞാനാണ്. എന്നാൽ നീ എന്നെ ചതിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എനിക്ക് തിരിച്ചു വേണം. ദേഷ്യം വന്ന കാമുകൻ അവന്റെ പക്കലുണ്ടായിരുന്ന പണം അവളുടെ മുഖത്ത് വലിച്ചെറിയുകയും ചെയ്തു. അതും എടുത്ത് വളരെ വിഷമത്തോടെ പുറത്തിറങ്ങിയപ്പോഴാണ് അവൾ അവിടെ കിടത്തിയ ചെറുപ്പക്കാരനെ കാണുന്നത്. അവന്റെ വയറിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട ചെറുപ്പക്കാരൻ പറഞ്ഞത്, നിനക്ക് ഇവനില്ലെങ്കിൽ 100 പേരെ കിട്ടും. എന്നാൽ അവൻ പറഞ്ഞതൊന്നും ചെവിക്കൊള്ളാതെ വോൾക്കാനിയോ ചോദിച്ചു, നീ ആരാണ്? നിന്റെ വീട് എവിടെയാണ്? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ അപകടത്തിലാണെന്നും എനിക്കിപ്പോൾ ഒരിടത്തും പോകാൻ കഴിയില്ല എന്നുമാണ്. ഇതും പറഞ്ഞു ബോധരഹിതനായ ചെറുപ്പക്കാരനെ എന്തു ചെയ്യണമെന്നറിയാതെ നായിക അവിടെ നിന്നും എങ്ങോട്ടേക്കോ കൊണ്ടുപോയി.